അപ്പോൾ നമ്മൾ കീരമ്പാറ അയ്യപ്പൻമുടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വലിയൊരു പാറയുടെ ഉള്ള ഇടയിൽ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിർത്താമെന്ന് കരുതി. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണം എന്ന് പറയാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ്. അത് പിന്നെ വീട്ടിൽ നിന്ന് അത് തന്നെ ശർക്കരയിട്ടുണ്ട്. കഴിക്കട്ടെ. കുറച്ച് കപ്പലിന് കിട്ടുന്നുണ്ട്. കുറച്ച് നനച്ചില്ല. ഭക്ഷണം കഴിക്കണം. ക്ലിയർ കിട്ടുമോ? ഇല്ല അല്ലേ? ഹോട്ടലിലൊന്നും കാര്യമില്ല. നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കും. അതാണ് അതിൻ്റെ ആ വഴി ഇങ്ങനെ കോൺവെൻറ്റിൽ പോകുന്ന പറയുന്നത് അരിയോളം നമ്മുടെ കീരമ്പാറയുടെ മുകളിൽ കട്ടടയിൽ നിന്ന് കഴിച്ചിട്ട് പ്രാവശ്യം കീരമ്പാറയുടെ മുകളിൽ കഴിച്ചു കഴിഞ്ഞു. നല്ല പതിയെ ഇവിടുന്ന് അയ്യപ്പൻ മുടി അങ്ങോട്ട് പോയെന്നറിയില്ല. ഇപ്പോൾ താഴേക്ക് ഒരു റോഡ് കാണുന്നുണ്ട്. വണ്ടികളും പോകുന്നുണ്ട്. നേരെയാണോ പോകേണ്ടതെന്ന് അറിയില്ല. ആരും ആരെയും കാണാൻ ചോദിക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതിയെ നീങ്ങുക കേട്ടോ. നല്ല കുത്തനെ ഒരു ഇറക്കമാണ്. അവിടെ നെൽപ്പാടം എല്ലാം ഉണ്ട്. നമ്മൾ ഈ ക്യാമറ എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല ഇതുവരെ. കുടിച്ചിറക്കാം. ഇപ്പം എങ്ങനെ പോകേണ്ടതെന്നറിയില്ല. നമുക്ക് നേരെ പോകാതായാലും നേരെ ആ വഴി അങ്ങോട്ട് പോകുമ്പോൾ ഇത് ശരിക്കൊരു പാടം ഇരുന്നിട്ടത് നെൽപ്പാടം എന്തോ കൃഷിയോ എന്തോ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം എന്തോ കൃഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഴയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പോയി കുറഞ്ഞ് ഈ മഴ പെയ്തോടെ എല്ലാം പോയി എന്ന് തോന്നുന്നു.
ഓക്കെ, നമുക്ക് നേരെ പോവാം. എന്താവുമെന്നറിയില്ല. അങ്ങോട്ടൊരു കയറ്റമാണ്. അതിനകത്തോട്ടൊക്കെ വഴികളുണ്ട്, പക്ഷെ നമ്മളത് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. നമ്മൾ പുതിയ വഴികളൊക്കെ കണ്ടെത്തി നടക്കുന്ന ആൾക്കാരല്ലേ. മെയിൻ റൂട്ടിൽ കൂടി പോകാം. എന്തായാലും കുറച്ച് സമയം കൂടി ഉണ്ട്. നമുക്ക് ആ വഴി ഒന്നും കൂടി നോക്കാം. അതാദ്യം കയറ്റമില്ലെന്നോ. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച പാറ അതാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പാറകളാണ് മൊത്തത്തിൽ. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. കുറച്ച് വണ്ടികളും സ്കൂട്ടറും ബൈക്കൊക്കെ അങ്ങനെ പോകാനുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഏതായാലും ഒരു ഗ്രാമമല്ലേ, നമ്മളിന്നുവരെ കാണാത്ത ഒരു ഗ്രാമം. ഒരു പക്ഷേ യൂട്യൂബിൽ ആരും ഇതിനകത്തേക്ക് വന്ന് കാണാൻ വഴിയില്ല. കീരമ്പാറയുടെ ഈ ഭാഗത്തേക്ക് വന്ന് കാണാൻ വഴിയില്ല. മൊത്തം പാറയാണ്. റോഡ് കോൺക്രീറ്റ് ആണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞു. അപ്പം തന്നെ പാറയുടെ മുകളിൽ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു മനസ്സിലാവുന്നില്ല. ഓ, എന്താണ് അവിടെ? ഇവിടെ മൊത്തം പാറയാണ് കേട്ടോ. ഇവിടെ ഒരു സൈഡിലൊരു ചെറിയൊരു തോടുണ്ട്. ഇവിടെ പാറയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വനമേഖലയാണോ എന്നറിയില്ല. റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. ഒന്നുമല്ല, കുറച്ച് വാഹനങ്ങൾ അങ്ങോട്ട് പോകണുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് പറ്റുന്ന തിരികാലോ. ദൂരം പോകുന്നറിയില്ല. ഓ, പിന്നെ അങ്ങോട്ടും മണ്ണ് വഴിയാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടികൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എന്തോ റിസോർട്ടോ ഇതുണ്ട്. ഇവിടെ വന്ന വാഹനങ്ങൾ ഇവിടം വരെ വന്നോളൂന്നാണ്. അപ്പുറത്തേക്കില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് റോഡുണ്ട് കേട്ടോ. എന്തായാലും പോയി നോക്കാം. ചോദിക്കണമെങ്കിൽ പറയാമല്ലോ. ഇപ്പോൾ ഏതിലെ പോകണമെന്നറിയില്ല. റോഡ് റൈറ്റ് സൈഡിലേക്ക് ചെറിയ വഴി കാണുന്നുണ്ട്. ഓ, അവിടെ പോകാൻ പറ്റില്ല. നല്ല കയറ്റം ഉണ്ടോ? നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയെങ്കിലും ഒന്നും കാണുന്നില്ല. നല്ല കയറ്റം. ഗിയർ മാറിയില്ല. അപ്പം പിന്നെ രക്ഷയില്ല. അതെ, ഉന്തി കയറാം. നല്ല കയറ്റം. ഗിയർ മാറിയാലും നമ്മൾ ഒറ്റ കൈ കൊണ്ടൊക്കെ പിടിച്ച് കയറുമ്പോഴേ ഇച്ചിരി പാടാം. ഇത് റബ്ബറാണോ അത് വനപ്രദേശമാണോ എന്ന് കൺഫ്യൂഷനായില്ല. ഇപ്പോൾ കുഞ്ഞുമണിയും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ ഭാഗത്തേക്കൊക്കെ റബ്ബറാണ്. രസം എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ വീലിൻ്റെ ട്യൂബുമ്പോൾ 3 പഞ്ചർ പാച്ചും ടയറിന് 2 ചെറിയ തുളയുണ്ട്. അതും വെച്ചുകൊണ്ടാണ് ഈ വഴിയൊക്കെ പോകുന്നത്. അഡ്വഞ്ചറസാണ്. യാത്രയിൽ എന്ത് സംഭവിക്കാം. അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്. വീടും അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടാ. ഇവിടെയൊക്കെ
റബ്ബറോ വണ്ടി വന്നുണ്ട്. അവിടെ എഴുതിണ്ടായിരുന്നല്ലേ. ഓ, ഒരു മിനിറ്റ് നോക്കിയേക്കട്ടെ. നമ്മൾ കയറി വന്ന വഴി ഇപ്പോൾ ഇതാണ്ടോ, ഈ കയറ്റമാണ് ഇപ്പോൾ കയറി വന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, കോതമംഗലം. ഇപ്പം നമ്മൾ വന്നപ്പോൾ കോതമംഗലം നേരെ, നാടുകാണി ലെഫ്റ്റ്, നേര്യമംഗലം. അപ്പോൾ നമ്മൾ നേര്യമംഗലവും ലെഫ്റ്റ്, നേര്യമംഗലം. ഇപ്പോൾ മൂന്നാറല്ലേ ഇത്. ഇലവുംപറമ്പ് നാടുകാണി റോഡ് 6 കിലോമീറ്റർ നീളമുള്ള റോഡാണിട്ടത്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇതിൽ പോവാം അല്ലേ, നമുക്ക് ആ റോഡ് പോവാം. സെയിം ആണല്ലോ. ഏതായാലും അയ്യപ്പൻ കോവിൽ കാണാം. എവിടെയാണെന്ന് അറിയില്ല കേട്ടോ, ആരെയും ചോദിക്കാൻ ഒരു മനുഷ്യനെയും കാണില്ല. ഇവിടെ വണ്ടിയിൽ പോയില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയ വീട് ഒരെണ്ണം പണിയുണ്ട്. വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാം മുന്നോട്ട് പോകാൻ നമുക്ക്. ഇതൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശം. മാറ്റിയില്ലെങ്കിലേ പണിയാവും. അവിടെ 2 പേരും ഇപ്പം ഉണ്ട്, ചോദിച്ചു നോക്കാം. അയ്യപ്പൻ കോവിലിലേക്ക് പോകണം. നേരെ പോയാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് സ്ഥലത്തിൻ്റെ പേര് വട്ടമറ്റം. ഓക്കെ ഓക്കെ. 1 കിലോമീറ്റർ ഉണ്ടോ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ, വാഴ. അവിടെയുണ്ട് കൃഷിത്തോട്ടങ്ങൾ. കയ്യിൽ പിടിക്കണോണ്ട് നല്ല ജർക്കിങ്ങാണ്. ഇവിടെ റബ്ബർ. നല്ല കയറ്റം ഉണ്ടോ, മൊത്തം കയറ്റവും ഇറക്കമൊക്കെയാണ്. റോഡ് അത്ര നല്ലതല്ല എന്നാൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത. പക്ഷെ നമുക്ക് സുഖമാണ്. അവിടെ ശല്യമൊന്നുമില്ല, ഒച്ചയില്ല, ബഹളമില്ല, ഒന്നുമില്ല. അല്ല, ആ വീണ്ടും മുമ്പിലൊരു ചടനിരിപ്പുണ്ട്, ചാരകസേരയിട്ട്. എന്താ സുഖം പുള്ളിക്ക്, സ്വസ്ഥമായ ഒരു ലൈഫ്. പുള്ളിയുടെ എനിക്ക് കൃഷിയിടമൊക്കെ. ഈ കയറ്റം കയറാൻ പറ്റുമെന്ന് തോന്നണില്ല, തള്ളി കയറ്റാം. കാരണം 2 കൈ വേണം, എന്നാലേ നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റുള്ളൂ. പോകണവർക്കും പോട്ടല്ലേ, അല്ലേ വേണ്ട. നമ്മൾ റിസ്ക് എടുത്തിട്ട് പിന്നെ അവസാനം വെറുതെ പണിയായാലും. ഇവിടെ നല്ല വഴുക്കലുണ്ട് റോഡേ, വെള്ളം ഒഴുകിയിട്ട് വഴുകി കിടക്കുക. വേണ്ട, ഇവിടെ പൂപ്പിൽ വേണ്ട. അപ്പോൾ ഓക്കെ, കയറ്റം കയറട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. കാരണം ഇവിടെ ഇത്രയും വലിയൊരു കയറ്റം കയറിയാണ് വന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് അത്ര തന്നെയുള്ളൊരു ഇറക്കം കൂടി ഉണ്ടെന്ന് നോക്കണം കണ്ടിട്ട്. നടന്നാൽ പോണത് കേട്ടോ, അവിടെ ചെന്നിട്ട് കയറാം. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ പ്രൈവറ്റ് റോഡായിരിക്കുള്ളൂ. ഇവിടെ പോയി കഴിഞ്ഞാൽ സെയിമാണ്, നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഒന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് ടൈലിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അപ്പോൾ
കംപ്ലീറ്റ് കൈത ചിക്കൻ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കില്ല. കൈത ഇടയ്ക്കൊന്ന് റെക്കോർഡ് ഓഫായി പോയി. അവിടെ കുറച്ച് വിഷ്വൽസ് നഷ്ടപ്പെട്ട് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ല, മോണൊക്കെ പോട്ടെ. 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാഴ്ച കാണാതിരിക്കില്ല. നഷ്ടപ്പെട്ട കാഴ്ചകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാര്യമൊന്നുമല്ല, എന്നാലും അതിലും വലിയ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു തിരക്കില്ലാത്തൊരു വഴി നല്ലത്. ഇവിടെ പഴയ വീടാണ്, പഴയ കാലത്ത് വീട്. എന്താ പഴയ വീട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു തറ. പുള്ളി അവർ നടന്നത് ഇവിടെ ഇരിപ്പുണ്ട്. അവരായിരിക്കും ഈ സ്ഥലമൊക്കെ. ഇപ്പോൾ വാഴയൊക്കെ കുലച്ചിപ്പുണ്ട്, റോബസ്റ്റ. മുന്നോട്ട് പോവാം. പച്ചയമ്മര ഏരിയയാണ് അത്. ഇവിടെ കംപ്ലീറ്റ് റബ്ബർപ്പുരയും. ഇത് കൈതച്ചക്കൊക്കെ വിളവെടുത്തായിരിക്കുമല്ലേ. അത് ബംഗാളികൾക്ക് വാടകയ്ക്ക് കൊടുത്ത് അവിടെ തീർന്നു. ഭാഗത്തേക്കൊക്കെ കൃഷിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കൈത കൃഷിയാണ്. ഒരു വീടുണ്ട്, പഴയ വീട് പൊളിച്ചിട്ട് ഒരു വലിയൊരു വീട് പണിത്. റബ്ബർ ഏരിയയുടെ പുള്ളിയുടെ ഏക്കർ സ്ഥലം ഉണ്ടാവും ചിലപ്പോൾ. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ സക്സസ് ആയില്ല. കുറേയൊക്കെ ചെറിയ വീടുകൾ, കുറേയൊക്കെ വലിയ വീടുകൾ. പല സൈസിലാണ് വീടുകൾ. ഇങ്ങനെ കയറ്റം വരുന്നുണ്ട്. ചെറിയ കയറ്റം. ഇതിനകത്തൊക്കെ കംപ്ലീറ്റ് റബ്ബർ. നമ്മൾ അയ്യപ്പൻ കോവിൽ കണ്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നു. ഇപ്പോൾ കോതമംഗലം നഗരസഭയിലേക്ക് സ്വാഗതമായി. 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് പഴയ കാലത്തൊരു മണ്ണ് വെച്ച് പണിത ഒരു കടമുറി. പക്ഷെ അത് നാമവിശേഷമായി. പിന്നെ അത് തട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ, തട്ടൊക്കെ ഉള്ളൊരു കടയായിരുന്നു കേട്ടോ. നാമവിശേഷമായി പോയത്. അത് നടത്തിയിരുന്ന ആൾ പോയി കാണുമായിരിക്കും. ഇപ്പം ഇവിടെ ഇതില്ല. ഇത് മുന്നോട്ട് പോകാം. ഇവിടെ ഇരിക്കും. ഒരു ബാനറൊക്കെ കാണുന്നുണ്ടല്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കണ്ടിട്ട് പോകാനുള്ള വഴിയൊന്നും കണ്ടില്ലല്ലോ. അയ്യപ്പൻ മുടിയാണ് കേട്ടോ, കോയിലല്ല. അയ്യപ്പൻ മുടി റൈറ്റ്. അത് ഈ റൈറ്റാണോ അടുത്ത റൈറ്റാണോ ഇതിൽ പിടിയില്ല. കോതമംഗലം സ്ട്രൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. അങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്. റൈറ്റായിരിക്കും, വേറെ റൈറ്റൊന്നും ഉണ്ടാവില്ല. അതിന് പോയി നോക്കാം. അയ്യപ്പൻമുടി ലെഫ്റ്റ്, നാടുകാണി സ്ട്രീറ്റ്, പ്രതിഷ്ഠ. ഇവിടെ അയ്യപ്പൻമുടി.
പ്രദേശമാണ്. ടർക്കിയുണ്ടല്ലോ, കയറ്റം ഉണ്ടോ? ഇവിടെയൊക്കെ തന്നെയാണ്. അവിടെ ഒരു പാറയുണ്ട്, ആളുകൾ അങ്ങോട്ട് കൊണ്ടിട്ടാ കയറി. അവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടി ഇവിടെ നിൽക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നടന്ന് കയറണം. അയ്യപ്പൻ മുടി. ഓക്കെ, നമുക്കൊന്ന് കയറി.